നൈറ്റ് വലിയ ഔട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ ഡേ ടൈമിൽ അത്യാവശ്യം നല്ല ബിസിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സമയം കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റാണ്. അപ്പോഴൊക്കെയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ കൂടുതലും പുറത്തേക്കൊക്കെ ഇറങ്ങുക. ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ സീരിയസ് ഡിസ്കഷൻസ് ഒക്കെ നടത്താറുള്ളത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇച്ചിരി ഫ്രീ ടൈം കിട്ടിയാൽ കൂടി നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഒരുമിച്ചിരിക്കാറുള്ളൂ. പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ സീരിയസ് ഡിസ്കഷൻസിൻ്റെ സമയമാണ്. അതായത് ജോബ്, ഹെൽത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ എൻ്റെ പൊന്നോ ഡിസ്കഷൻസ് ഇങ്ങനെ നീളും. ട്രിവാൻഡ്രത്തെ ചുമ്മാ ഇങ്ങനെ നൈറ്റ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് മാനവീയം വീതി. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വർത്താനം പറഞ്ഞ അവസാനം ഞങ്ങളുടെ വായിൽ വെള്ളം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഐസ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുവാണ് കേട്ടോ. ഈ സ്കാൻഡി ഐസിൽ എപ്പോൾ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഐറ്റം അവർ ഇറക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ എന്തായാലും രണ്ടുപേരും കൂടെ 4 ഐസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐസ് കഴിച്ച് വയറ് നിറഞ്ഞു ലാസ്റ്റ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ മധുരിക്കുന്ന ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ടാർണിഷ് ജ്വല്ലറീസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു ക്യൂട്ടായിട്ടുള്ള വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ഒരു ബാംഗിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്നായി. സച്ചുവിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം സമയം 11:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര ഉറക്കം വരുമായിരുന്നു കേട്ടോ. കുറേ നേരം ഞാനിവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിയതിൻ്റെ ഇടയിൽ സച്ചു ബ്രോസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് 2 വീലറിലാണ്. അപ്പോൾ ഇനി വണ്ടിയിലിരുന്ന് നീ ഉറക്കം തൂങ്ങിയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ലൈമും കൂടെ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഔട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ഫുൾ ഓൺ എനർജി ആയിരിക്കും കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ ആവാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.